ചേർത്തല തെക്ക് കുന്നത്ത് ശ്രീ ഖണ്ഡകർണ ക്ഷേത്രത്തിലെ 56ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ചെറുപ്പകാലത്ത് പരീക്ഷ എടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത ഉണ്ടെങ്കിൽ ഓടി നമ്മൾ അമ്പലത്തിൽ പോകും അല്ലേ. എന്നിട്ട് ഒരു ഭയങ്കര വഴിപാടൊക്കെ നേർന്ന് വിളക്കെത്തിച്ചോളം ചുറ്റുവിളക്ക് അങ്ങനെയൊക്കെ നേരും. അപ്പോൾ പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു തലമുറ അങ്ങനെ പോലും ക്ഷേത്രങ്ങളിൽ വരുന്നതോ അല്ലെങ്കിൽ സപ്താഹങ്ങളിൽ പങ്കെടുക്കുന്നതോ ഒന്നും കാണാറില്ല. മുതിർന്ന ആളുകളാണ് കൂടുതലും ഇത്തരം വേദികളിൽ സാന്നിധ്യമായിട്ട് കാണുന്നത്. നേരത്തെ തിരുവനന്തപുരം പറഞ്ഞ പോലെ സനാതന ധർമ്മത്തിൻ്റെ മെസ്സഞ്ചേഴ്സായിട്ട് പുതിയ തലമുറ വരേണ്ട സമയമാണ്. അത് ലോകം മുഴുവൻ സനാതന ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കാനായിട്ട് പുതിയ തലമുറ കടന്നു വരേണ്ടിയിരിക്കുന്നു. അതിന് ഇത്തരം വേദികൾ തീർച്ചയായിട്ടും ഒരു തുടക്കമാണ്. എന്താണ് നമ്മുടെ സംസ്കാരമെന്നും എന്തിനെ അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു ഭാരതം എന്ന രാഷ്ട്രം ഉയർന്നു വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള അറിവ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ലഭിക്കാനുള്ള ഒരു തുടക്കമാണ് സത്യത്തിൽ ഇത്തരം വേദികൾ. ചേർത്തല തെക്ക് കുന്നത്ത് ശ്രീ ഖണ്ഡകർണ ക്ഷേത്രത്തിലെ 56ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ലക്ഷ്മികാന്ത് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. കണിച്ചുളങ്ങര ക്ഷേത്രം മേൽശാന്തി സുരേഷ് ശാന്തികൾ വിഗ്രഹ സമർപ്പണവും NSS ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ ഗ്രന്ഥസമർപ്പണവും VVS ഗ്രൂപ്പ് MD ഷാബു വല്ലേവിളി കലവര നിറയ്ക്കലും നിർവഹിച്ചു. തുറവൂർ സുധീഷാണ് യജ്ഞാചാര്യൻ. പ്രശസ്ത സിനിമാ താരം ഗായത്രി അരുൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജൂലൈ 5-ന് ഭക്തിസാന്ദ്രമായ രുക്മിണി സ്വയംവരം നടക്കും. നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. എല്ലാ ഹിന്ദു വിഭാഗങ്ങളിലും തുളസിത്തറ മസ്റ്റാണ്, ഉണ്ടായേ പറ്റുള്ളൂ. ആ തുളസിത്തറയിൽ ഒരു പാത്രം വെള്ളം കൊണ്ട് വെച്ചിട്ട് നമസ്കരിച്ച് മഹാലക്ഷ്മി ഭൂമിയിൽ തുളസിയായിട്ട് അവതരിച്ചതാണ്. നമുക്ക് ലക്ഷ്യത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണത്. അപ്പോൾ തുളസിത്തറയിൽ വെള്ളമൊഴിച്ച് ചുറ്റും പ്രദക്ഷിണം ചെയ്ത് ഒരു തുളസിത്തറയിട്ട് തലയിൽ ചൂടിയിട്ട് മഹാലക്ഷ്മി ദേവി മഹാലക്ഷ്മി ഞങ്ങൾക്ക് എല്ലാ ലക്ഷ്മിയും തന്നെന്ന് പ്രാർത്ഥിച്ചു നോക്കാം. ശരിക്കും ലക്ഷ്യത്വം ഉണ്ടാകുന്ന വീട്ടിലെ അതുപോലെ വീട്ടിൽ പ്രാർത്ഥന ചടങ്ങുകൾ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതനുസരിച്ച് കുട്ടികൾ ഉൾപ്പാടുന്ന സമയത്ത് എല്ലാവരും അതിനോട് സഹകരിച്ച് കുട്ടികളുടെ വീട്ടിലുള്ള എല്ലാവരും ആ പ്രാർത്ഥന മുഴുവൻ കഴിക്കുന്ന ഒരു കാലമുണ്ട്, രാവിലെയും വൈകുന്നേരം. അപ്പോൾ ബ്രഹ്മയജ്ഞ ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ അടുത്തത് ദേവയജ്ഞം എന്നുള്ള ഭാവമാണ്. ആ ദേവയജ്ഞം ഈശ്വരൻ നമ്മുടെ ഒരു അടുത്തുള്ള ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കും. ക്ഷേത്രത്തിൽ ഭഗവാനാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത്. ഇവിടുത്തെ കുടുംബക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ തീരുമാനിച്ചിട്ടില്ല, ഈശ്വരൻ തീരുമാനിച്ചാണ് നമ്മൾ വസിക്കുന്ന ഭൂമിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഈശ്വരനോട് കുടിയിരിക്കുന്നത്.